പൂക്കളവും സദ്യയും സാംസ്കാരിക കലാപരിപാടികളുമായി ഡൽഹി കേരള ഹൗസ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. കാർഷിക വിളവെടുപ്പിന്റെ ആഘോഷവും ആവേശവും നിറഞ്ഞ ഓണം മലയാളികൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുകയാണ് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സർക്കാരിന് സാമ്പത്തിക വെല്ലുവിളിയുടെ കാലം കൂടിയാണ് ഓണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ഹാരിസ് ബീരാൻ MP, വി മുരളീധരൻ MLA തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മലയാളി തനിമ ഒട്ടും ചോരാതെ പൂക്കളവും ഓണസദ്യയും കലാ സാംസ്കാരിക പരിപാടികളുമായി ഡൽഹിയിൽ കേരള ഹൗസിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ജീവനക്കാരുടെ പൂക്കള മത്സരത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഓണസദ്യയ്ക്കായി കേരള ഹൗസിന്റെ മുൻപിൽ വലിയ പന്തൽ ഉയർന്നു കഴിഞ്ഞു. അടുത്ത 4 ദിവസങ്ങളിലായി 4500-ലധികം പേർക്കുള്ള ഓണസദ്യ തയ്യാറാക്കുന്നുണ്ട്. കാർഷിക വിളവെടുപ്പിന്റെ ആഘോഷമായ ഓണം ജാതി മത ചിന്തകൾക്കതീതമായി മലയാളികളെ ഒന്നിപ്പിക്കുന്നതായി പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഓണക്കാലം സർക്കാരിനെ സംബന്ധിച്ച് സാമ്പത്തിക ബാധ്യതയുള്ളതാണെന്നും ഇത്തവണ ബോണസ് ഉൾപ്പെടെ എല്ലാ ആനുകൂല്യവും നൽകിയെന്ന സന്തോഷത്തോടെയാണ് ഓണം ആഘോഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓണം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേറെ വെല്ലുവിളി കൂടിയാണ്. ഓണക്കാലത്താണ് ഒരു സർക്കാർ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കേണ്ട സമയം. മാർക്കറ്റ് നോക്കണം, വില കൂടാതെ നോക്കണം, സബ്സിഡി ഐറ്റംസ് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും നോക്കണം, വലിയ പർച്ചേസ് നടക്കുന്ന സമയമാണ്. അതുപോലെ ഉത്സവ ബത്ത കൊടുക്കണം. അതിനു മുൻപായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകൾക്ക് കുടിശ്ശിക, പെൻഷനുകളുടെ കുടിശ്ശിക ഉണ്ടാവും, വർദ്ധിപ്പിച്ച തുക കൊടുക്കണം. അപ്പോൾ വലിയൊരു തുകയുടെ ബാധ്യതയൊക്കെ സർക്കാരിന് ഉണ്ടാവുമെങ്കിലും ഈ പ്രാവശ്യം നമ്മൾ അതെല്ലാം കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ഹാരിസ് ബീരാൻ MP, MLA വി മുരളീധരൻ, CPM നേതാവ് PK ശ്രീമതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. എനിക്ക് ഇത്തവണത്തെ ഓണം തുഫാൻ ഓണമാണ്. അതിൻ്റെ തയ്യാറെടുപ്പിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിൽക്കുന്നുണ്ട്. ഇത്തവണത്തെ ഓണത്തെ ഞാൻ തുഫാൻ ഓണമാക്കി ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയിൽ ഒരു 76 വർഷം മുമ്പ് മാത്രമാണ് ഈക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന സമത്വത്തിന്റെ ആ ഒരു തത്വം നമ്മൾ അംഗീകരിച്ചത്. ഈ തത്വമാണ് നമ്മുടെ മലയാളികളെയും കേരളക്കരെയും വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് നയിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ 24-ാം തീയതി ഓണം തുടങ്ങിയുള്ളൂ എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കേരളത്തിന് പുറത്ത് ഡൽഹിയിൽ ഈ തവണത്തെ ഓണത്തിന് ഡൽഹിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. തരമായ ആഘോഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മൾ ഓണത്തെ കാണുന്നത്, അത് മുന്നോട്ട് വെക്കുന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതുകൊണ്ടാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി 4 ദിവസങ്ങളിലും കലാസന്ധ്യ അരങ്ങേറും. റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാർ, അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ഡോക്ടർ അശ്വതി ശ്രീനിവാസ്, കൺട്രോളർ AS ഹരികുമാർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കേരള ഹൗസിലെ ഓണാഘോഷം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.